ആ സ്കൂളിൻ്റെ ലീഡർ ആയിരുന്നു അന്ന് തന്നെ? അവിടെ +1 +2 ഒക്കെ അവിടെ ഇരുന്ന്? SSLC മാത്രം. ഓക്കെ, നമ്മളെ കൂടെ ആശം പെരുമണ്ണയാണുള്ളത്. ഷഹബാസിൻ്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി വന്നായിരുന്നു അല്ലേ? ഓക്കെ. വളരെ സങ്കടകരവും വേദനാജനകവും തന്നെ പറയാം അല്ലേ? ഓക്കെ ആശമേ, താങ്ക്സ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതേ പിള്ളേർ ഈ വിഷയം ചെയ്തിട്ട് ഒരു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും ഒക്കെ ആണ് ഒരു കഴിച്ചിലായി പോയത്. അതേപോലെ തന്നെ ഈ പ്രാവശ്യം ഒരു 10ാം ക്ലാസ്സിലെത്തി, 10ാം ക്ലാസ്സിൽ നിന്ന് ഒരാളെ ജീവനെടുത്ത്. ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഒരു തോക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ 10 ആൾ എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും സംഭവം. അതെ, അതെ, അതിന് ഒരു അറുതി വരണം. മറ്റുള്ള നമ്മൾ വരുന്ന തലമുറയിലേക്ക് വരാൻ പാടില്ല എന്ന് കറക്റ്റായിട്ട് ഞാൻ എല്ലാ വന്ന ചാനലുകളോടും മറ്റുള്ളവരും ഒക്കെ പരിഗണിച്ചിട്ട് അതെ, അത് ഇന്ന് ഞാൻ ശിക്ഷ വാങ്ങിക്കൊടുക്കാവുന്ന നിയമനിർമ്മാണത്തിലേക്ക് പോകണം തീർച്ചയായും. അത് അതിന് ഫസ്റ്റായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇവർ ഇത് ചെയ്താൽ മതിയായത് ഈ 5 കുട്ടികൾക്ക് ഈ പ്രാവശ്യം എക്സാം കൊടുക്കണ്ട, അടുത്ത വർഷം അവർക്ക് കൊടുക്കുക എന്നുള്ള തീരുമാനം വെച്ചാൽ തന്നെ ഒരു പേടിയായി. കുട്ടികൾ എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് ഗവൺമെൻറ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേദന ഒരാൾക്കും വരാണ്ട് കേട്ടാന്ന് വെച്ചാൽ അന്ന് രാവിലെ കുടിച്ച കുടിയും കഴിയുമ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രിയോടെ അറിഞ്ഞപ്പോൾ പിന്നെ വെറും വെള്ളത്തിൻ്റെ മുകളിൽ നമ്മൾ നോമ്പെടുക്കും. ഞാൻ കുറേ കാര്യങ്ങൾ ഉമ്മനോടാണ് പറയുന്നത്. ഉമ്മനോട് അത് കേട്ടതോട് ഞാൻ പറ്റ തളർന്നു. എന്നോട് പറഞ്ഞാൽ നടക്കൂല എന്നുള്ളതുകൊണ്ട് ഉമ്മനോട് പറയുന്നത്. ഉമ്മ പക്ഷെ എന്നോട് തേച്ച് പറഞ്ഞിട്ടില്ല. അവന് ആഗ്രഹങ്ങൾ 1-2 ചെറിയ കാര്യങ്ങളായിരുന്നു, പക്ഷെ അതുപോലും സാധിപ്പിച്ചു കൊടുക്കാത്തൊരു വാപ്പയായോ എന്നൊരു സംശയം. ഞാനൊരു അമ്മയാണ്, എന്റെ മോനെ ഞാൻ പഠിച്ച് എനിക്ക് അത് കേട്ടപ്പോ ഭയങ്കര എനിക്ക് എന്റെ മോന് ഞാൻ അങ്ങനെയാ കൊടുക്കല്. ഉമ്മന്റെ കൈ കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് പോകുമ്പോ ഉമ്മാന്റെ കൈ കൊടുത്ത് പറഞ്ഞു, ഉമ്മ തിങ്കളാഴ്ച ഞാൻ എക്സാമിന് പോകുമ്പോ ഉമ്മ എന്റെ കൈ കൊണ്ട് എനിക്ക് യോൾ ടിക്കറ്റ് തരണം ഉമ്മാന്ന്. കാരണം ആ കുട്ടീന്റെ മനസ്സ് ഏവിയേഷൻ പഠിക്കണം എന്നുള്ളൊരു സ്വപ്നമായിട്ടാണ്. സാധാരണ ഫാമിലിയാണ്. ഈ വീട് കണ്ടില്ലേ നിങ്ങൾ? ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു വീട്. അച്ഛൻ അവരോടാണ് എനിക്കുള്ള ദേഷ്യം മുഴുവനും. അവർക്ക് ഞങ്ങൾ പറയിപ്പിക്കുമൊക്കെ ഉണ്ടാകും. അങ്ങനെ നമ്മളെ വെറുതെ വിടുന്നില്ല. ആ കുട്ടികളെ രക്ഷിതാക്കളെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിട്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ 2 കൊല്ലം സോൾവ് ആക്കി പോവല്ലേ വേണ്ടി. അത് എന്താണെന്ന് അന്വേഷിച്ച് പിടിച്ചിട്ട് നല്ല ഉപദേശം എപ്പോഴും പറയും പോലും അവന്റേതായ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പഠിച്ച് അവനും ചെയ്യും, നന്നായിട്ട് പഠിക്കും. ഈ നാടൊന്നാകെ അവൻ നല്ല കുട്ടി എന്നല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കിയേ, അത് ആ വാക്കൊന്ന് കിട്ടാൻ നമ്മൾ എത്ര പ്രയത്നിക്കണം. അപ്പൊ അതിന് ഉദാഹരണമാണല്ലോ മോൻ. അവന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവൻ പോയി, എന്താടാ പറ്റിയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അതൊരു തെറ്റായി പോയി. ഓൻ എന്തിനു പോയി ചോദിക്കുന്ന ഒരു ഉത്തരം ഉണ്ടല്ലോ നമ്മളെടുത്ത്. അവൻ പോയതിനാണ്. അവന്റെ സുഹൃത്തുക്കൾ വിളിച്ച് അവൻ പോയി. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ല, നിങ്ങളെ ചോര ഉണ്ടാക്കല. അവൻ എന്താണല്ലോ പറയുന്നത് അവിടുന്ന്. വേറൊന്നും അവൻ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കല, നമുക്ക് പറഞ്ഞു തീർക്കാൻ. അവനാണ് ഇവരെ അടിച്ചാഞ്ഞത്. കുട്ടി പറഞ്ഞില്ല, പറ്റിയത് പറഞ്ഞില്ലല്ലോ. എന്താ പറ്റിയത് കുട്ടി പറഞ്ഞില്ല. കുട്ടീനെ പേടിപ്പിച്ചിട്ടുണ്ടാവും. കണ്ണീര് തോരുന്നില്ല. അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു, അച്ഛൻ ഏത് നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോൾ ഈ കൊലപാതകികളെ കൊണ്ടുവരാൻ ഞങ്ങൾ ഉണ്ടാവും രംഗത്ത്. ഷഹബാസിൻ്റെ ഉമ്മയുടെ സഹോദരനാണ് നജീബാണ് നമ്മളെ കൂടെ ഉള്ളത്. ഷഹബാസിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പണിയുന്ന വീടിൻ്റെ അടുത്താണ്. ഈ ഒരു വീടിൻ്റെ സ്വപ്നങ്ങളൊക്കെ ബാക്കി വെച്ചിട്ടാണ് ഷഹബാസ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ യഥാർത്ഥത്തിൽ ഒരുപാട് സംഭവവികാസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ്, പക്ഷേ അന്ന് വൈകുന്നേരം എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അന്ന് വൈകിട്ട് അവന് വീട്ടിൽ നിന്നും പിന്നെ ഉച്ചവരെ പഠിച്ചു. ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് ഉമ്മ ചായക്ക് കടി വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് വിട്ടതാണ്. ആ സമയത്ത് അവനെ ഫ്രണ്ടിനെ വിളിച്ച്, അപ്പോൾ അവൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ താമരശ്ശേരിയിലേക്ക് പോയതാണ്. താമരശ്ശേരിയിലേക്ക് പോയപ്പോഴാണ്
ഇവരോട് സംസാരിച്ചിട്ടുണ്ടാവാം. ഇവർ നേരത്തെ ഒരു ആൾറെഡി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ട്യൂഷൻ സെൻ്ററിൽ നിന്ന് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി എന്തോ ഒരു ഒരുമിച്ച് കൂടുതലൊന്നും സംഭവമാണ്. അപ്പോൾ അതിലേക്ക് ഇവൻ എത്തിപ്പെടലും ബാക്കിയുള്ളവരൊക്കെ തിരിഞ്ഞോടിയപ്പോൾ ഇവനെ അതിൽ പെടുകയും ഇവനെ കൂട്ടം കൂടി ഇവൾ ആക്രമിച്ച് ഇങ്ങനെ ഈ അവസ്ഥയിലാക്കിയിടുകയായിരുന്നു ചെയ്തത്. പിന്നെ ഇവനെ വേറൊരു ഫ്രണ്ടാണ് വീട്ടിൽ കൊണ്ടുവന്നത്. നടന്നിട്ടാ വന്നതെന്നൊക്കെ പറഞ്ഞത്. പിന്നെ വീടിൻ്റെ അടുത്ത വീട്ടിൽ വേറൊരു ഫ്രണ്ട് വന്ന് ബൈക്കിൽ ഇറക്കി വിടുകയായിരുന്നു. അങ്ങനെ ഓന് വീട്ടിലേക്ക് നടന്നു വന്ന്. അപ്പോൾ നടന്നു വന്ന് ആകെ ടയർഡായിട്ടുള്ളത്. അപ്പോൾ എന്താ കാര്യങ്ങളും ചോദിച്ചപ്പോൾ ഒന്ന് കുറച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കിടക്കാൻ നോക്കി. പിന്നെ നമ്മൾ നിരന്തരം ചോദിച്ചു എന്താ സംഭവിച്ചതെന്നുള്ളത്. കാരണം പുറത്ത് മുറികളൊന്നുമില്ല, പരിക്കുകൾ കംപ്ലീറ്റ് ഉള്ളോട്ടാണ്. കാരണം അങ്ങനെയുള്ള ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചത്. പുറത്ത് പരിക്ക് കാണാത്ത രീതിയിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. അങ്ങനെ നിരന്തരം ചോദിച്ചപ്പോൾ ഓന് പറഞ്ഞു ഇങ്ങനെ അടി കിട്ടിയിട്ടുണ്ട്, ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഏർപ്പാടാക്കി. അപ്പോഴേക്കും ഛർദ്ദിക്കുകയും ചെയ്ത്. പിന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ടെന്നില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ താമരശ്ശേരിയിലേക്കാണ് ഫസ്റ്റ് കൊണ്ടുപോയത്. അപ്പോൾ അവർ ഇതിൻ്റെ ഗുരുതരം മനസ്സിലാക്കിയതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോളേജിലെത്തിക്കാൻ പറഞ്ഞ് അങ്ങനെ കോളേജിലെത്തി. അങ്ങനെ ICUവിലായി. അങ്ങനെ ഡോക്ടർമാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് എത്തിപ്പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ഒരു SSLC പരീക്ഷ നടക്കുമ്പോൾ ഷഹബാസും കൂടെ ഹോൾ ടിക്കറ്റൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചാൽ അന്ന് ഉച്ചവരെ പരീക്ഷയ്ക്കുള്ള പഠിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണത്. ഇന്നിപ്പോൾ ഓൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ എക്സാം എഴുതുകയാണ്. പക്ഷേ ഓനും ആഗ്രഹത്തോടെ നിന്നതായിരുന്നു. മോന് പാറടി മണ്ണിലാണുള്ളത്. ഷഹബാസിന് അവർക്ക് വേണ്ടിയിട്ട് പണിയുന്ന വീടാണ് നമ്മളീ കാണുന്നത്. കാരണം അവരും ഫാദറും ഫാമിലി എല്ലാവരും ഒമാനിലായിരുന്നു. പിന്നെ ഷഹബാസ് ജനിച്ചതും 1-ാം ക്ലാസ് വരെ പഠിച്ചതൊക്കെ 2-ാം ക്ലാസ്സിലേക്കാണ് പിന്നെ കേരളത്തിലേക്ക് വരുന്നത്. സ്വന്തം ബെഞ്ചിലിരുന്ന് പഠിച്ച 7-ാം ക്ലാസ് വരെ സ്വന്തം ബെഞ്ചിലിരുന്ന് പഠിച്ച കൂട്ടുകാരികളിൽ ഒരാളാണ് പിന്നെ ഈ ഒരു കൊലപാതകത്തിന് പിന്നിലെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് വേദനയും സങ്കടമുണ്ട്. കാരണം ഇന്ന് ഷഹബാസിൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാനാ തുറകളിൽ നിന്ന് ഒരുപാട് ആളുകൾ, സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകളൊക്കെ ഷഹബാസിൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. SSLC പരീക്ഷ നടക്കുകയാണ്. ചേച്ചിമാരൊക്കെ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ട്. കാരണം ഈ ഹാൾ ടിക്കറ്റിൻ്റെ പേപ്പർ ഹാൾ ടിക്കറ്റ് ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് പോണ സമയത്ത് ഉമ്മ എനിക്ക് ഹാൾ ടിക്കറ്റ് നിങ്ങൾ എൻ്റെ കയ്യിൽ തരണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്, ഒരു പിന്നെ വിദ്യാർത്ഥിയാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഷഹബാസ്. നമുക്കൊന്നും ഫേമസ് ആവണം എനിക്ക് ഫേമസ് ആവണമെന്ന് മാതാപിതാക്കൾ പറയുമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ഫേമസ് ആണെന്നുള്ളത് ഒരിക്കലും മാതാപിതാക്കളോ പറയുന്ന ഷഹബാസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വളരെ സങ്കടകരവും വേദനാജനകമായിട്ടുള്ള സംഭവമായിരുന്നു. കാരണം നമ്മളെ അടുത്തൊന്നും സംഭവിക്കാത്ത കൂട്ടുകാരാൽ കൊല്ലപ്പെടുക, മരണപ്പെടുക എന്നൊക്കെ പറയുന്നത് നമുക്കൊക്കെ മക്കളും രക്ഷിതാക്കളായിട്ടുള്ള നമുക്കൊക്കെ മക്കളൊക്കെ വളർന്നു വരുന്നവരാണ്. ഓരോരോ മക്കളിൽ നമ്മൾ വളർത്തേണ്ട രീതി, സ്നേഹത്തിൻ്റെ വില പറഞ്ഞു കൊടുത്ത്, സൗഹാർദ്ദത്തിൻ്റെ വില പറഞ്ഞു കൊടുത്ത്, മാനവികത പഠിപ്പിച്ച്, മതസൗഹാർദ്ദം പഠിപ്പിച്ച്, മനുഷ്യ സൗഹാർദ്ദങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ മക്കളെ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയുള്ള കാലം വളരെ ദുർഘടമാണ്. നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇന്ന് കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 നമുക്കറിയാം. നമ്മൾ പറന്നത് മുതൽ കൊലവിളിയുടെയും രക്തക്കറകളുടെയും ചരിത്രങ്ങളും പിന്നെ കഥകളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നുമില്ലാത്ത ഒരുപാട് ഇത്തരം കഥകളും പിന്നെ വാർത്തകളും ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ മക്കളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളതാണ്. കാരണം ഈ ഒരു അവസരത്തിൽ ഇന്ന് SSLC പരീക്ഷ നടക്കുമ്പോൾ നിങ്ങളൊക്കെ ന്യൂസ് മുഖേനയും വാർത്തയിലൂടെയൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. ഇന്ന് ഞാൻ ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ട് എല്ലാവരും പറയുന്നത് ഇന്ന് അവർക്ക് ആ മക്കൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുക്കേണ്ടില്ലായിരുന്നു. എന്ത് സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാണ്. കാരണം ഇനി വളർന്നു വരുന്ന മക്കളും ഇതേപോലെ പഠിച്ച് ഇതേപോലെയുള്ളൊരു ക്രിമിനൽ പശ്ചാത്തലത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണെങ്കിലും ജാതിയോ മതമോ വർഗമോ നോക്കാതെ അതിനുള്ള ശിക്ഷകൾ കൊടുക്കുമ്പോൾ, അതിൻ്റേതായിട്ടുള്ള പ്രായത്തിനുള്ള ശിക്ഷകൾ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അടിത്തറ ഉണ്ടാകുന്നത്. ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പിന്നെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, മനുഷ്യന് വേണ്ടിയിട്ട്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു വീട് നിങ്ങൾ കാണുന്നുണ്ടാകും. എന്താ പറയുക, LP മുതൽക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ്. ചാലന്നൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ്. ഞങ്ങളിപ്പം 17 സ്കൂളുകളാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ പഞ്ചായത്തിന് കീഴിൽ. ആ സ്കൂളുകളിലൊക്കെ ഞങ്ങൾ നിരന്തരം ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ അത് കുട്ടികൾക്ക് കൊടുക്കുന്നു. പിന്നീട് രക്ഷിതാക്കളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നു.
കാരണം ഇനിയൊരു ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നമ്മുടെ മക്കൾ വഴുതി പോകരുത് എന്നുള്ള ചിന്താഗതി കൂടുതലായിട്ട് എന്താ പറയുക ഈ ലഹരി മാഫിയയിൽ പെട്ടുപോകുന്നത് ചിലപ്പോൾ ഈ മക്കളെ ഈ പല വീടുകളിലും നമ്മൾ കാണുന്നത് എന്താണ് കുട്ടികളെ ഒന്ന് എന്താ പറയുക താലോലിക്കാനോ ഓമനിക്കാനോ പോലും സമയം കണ്ടെത്താത്ത രക്ഷിതാക്കൾ കൃത്യമായിട്ട് ഇടപെടലുകൾ എവിടെ കുറയുന്നുവോ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ എവിടെ വരുന്നോ അവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ രക്ഷിതാക്കളും അവരവരെ മക്കളെ ശ്രദ്ധിക്കുക. ഒരു രക്ഷിതാവ് അവരുടെ കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് ഉണ്ടാവൂല.